യുവതിയുടെ അറ്റുപോയ വലതുകൈ 12 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കൂട്ടിച്ചേർത്തു. കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലാണ് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ വിജയകരമായ മേജർ റീപ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണിത്. ഭർത്തൃപിതാവിന്റെ വെട്ടേറ്റ കിഴക്കേ തെരുവ് സ്വദേശി ജിൻസി ജോണിന്റെ കൈയാണ് തുന്നിച്ചേർത്തത്. രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജിൻസി ജോണിനെ 12 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് രക്ഷപ്പെടുത്തിയത്. കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ സാംസൺ സാമുവലിന്റെയും ഡോക്ടർ ഇന്ദ്രജിത്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കൈ തുന്നിച്ചേർത്തത്. ജിൻസിയുടെ ഇടത് കൈക്കും ശസ്ത്രക്രിയ നടത്തി. ജിൻസി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ആദ്യമായിട്ടാണ് നടത്തുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈയിടെ കൊല്ലത്ത് കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട യുവതിയുടെ ശസ്ത്രക്രിയ ട്രാവൻകൂർ മെഡിസിറ്റിയിലായിരുന്നു സംഭവിച്ചത്. അറ്റുപോയ കൈപ്പത്തിയായിട്ട് യുവതി ഒരു 9 മണിയായപ്പോഴത്തേക്കും ട്രാവൻകൂർ മെഡിസിറ്റിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തി. 9:30 നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ആ അറ്റുപോയ കൈപ്പത്തിയുടെ ചലനവള്ളികളും ഞരമ്പുകളും രക്തധമനികളും കണ്ടുപിടിച്ച് ലേബൽ ചെയ്തു വെച്ചു. അതേ സമയം കൊണ്ട് അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റും എമർജൻസി മെഡിസിനിലെ ഡോക്ടേഴ്സും ചേർന്ന് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും ഏകദേശം 10:30 നമ്മൾ ശരീരഭാഗം കൂട്ടി യോജിപ്പിക്കുന്ന സർജറി ആരംഭിക്കുകയുണ്ടായി. മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഒരു 12 തൊട്ട് 14 മണിക്കൂർ നീണ്ടുനിന്ന സർജറിക്ക് ശേഷം നമുക്ക് അറ്റുപോയ കൈപ്പത്തി തിരിച്ചു പിടിപ്പിക്കാൻ സാധിച്ചു. ഇപ്പൊ പേഷ്യന്റ് റിക്കവറിംഗ് ആണ്, സ്റ്റേബിൾ ആണ്. ഇത്തരം സിറ്റുവേഷനിൽ അറ്റുപോയ ശരീരഭാഗം പ്രിസർവ് ചെയ്യുന്ന രീതി ആൻഡ് അത് എത്ര പെട്ടെന്ന് നമുക്ക് മൈക്രോവാസ്കുലർ സർജിക്കൽ ഫെസിലിറ്റി ഉള്ള ഒരു സെന്ററിൽ കൊണ്ടുവരാൻ പറ്റുന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം സക്സസ്ഫുള്ളി നമുക്കിത് റീപ്ലാന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇരു കൈകളിലെയും വിരലുകൾ നഷ്ടപ്പെട്ടയാൾക്ക് കാലിൽ നിന്നുള്ള വിരലുകൾ വെച്ചുപിടിപ്പിച്ച് ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയാ സംഘത്തിലും ഡോക്ടർ സാംസൺ സാമുവൽ അംഗമായിരുന്നു. 12 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിൽ നൂതന സാങ്കേതിക വിദ്യയായ മൈക്രോസ്കോപ്പുകളുടെ സഹായത്തോടെ കൈയിലെ തലമുടിയേക്കാൾ നേർത്ത രക്തക്കുഴലുകൾ പരസ്പരം തുന്നിച്ചേർത്ത രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കൂടാതെ കൈകളുടെ ചലനശേഷിയും സ്പർശനശേഷിയും ലഭിക്കുന്നതിനായി പ്രധാന നാഡികളും വിരലുകളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന സൂക്ഷ്മമായ ഞരമ്പുകളും ശസ്ത്രക്രിയയിൽ കൂട്ടിച്ചേർത്തു. ഒടുവിൽ വിരലുകളിലേക്കുള്ള രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലാവുകയും കൈയുടെ സ്വാഭാവിക നിറം കൈവരിക്കുകയും ചെയ്തു. 15 ദിവസത്തെ പരിചരണത്തിനൊടുവിൽ രോഗി കൈവിരലുകൾ സ്വയം ചലിപ്പിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.